ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്രയും നാളും അജയനും ജാനകിയും കൂടെ മറച്ചു വെച്ചിരുന്ന ആ ഒരു വലിയ രഹസ്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെട്ടി തുറന്ന് പറയുകയാണ് നാഗേന്ദ്രൻ. ആദർശ് ഇത്ര നാളും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു സത്യം ഒടുവിൽ മറനീക്കി പുറത്തു വരികയാണ്. താൻ ജ്വല്ലറിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഗോൾഡിന്റെ പേരിലുള്ള തിരിമറിയാണെങ്കിലും ജ്വല്ലറിൽ നിന്നും തറവാട്ടിൽ നിന്നും മറ്റെല്ലാ ബന്ധുക്കാരിൽ നിന്നുമൊക്കെ താൻ അകറ്റപ്പെട്ടത് മറ്റൊരു കാരണം കൊണ്ടാണെന്ന് നാഗേന്ദ്രൻ വെളിപ്പെടുത്തുകയാണ്. ജ്വല്ലറിൽ തിരിമറി നടത്തിയതിന്റെ പേരിൽ മാത്രമല്ല ഇതിന്റെ പിന്നിൽ തക്കതായ മറ്റെന്തോ കാരണമുണ്ടെന്ന് ആദർശ നയനയും നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ അനിയും അവന്തികയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നതിന് ശേഷവും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കുന്നതിനോട് ഇവരാരും അത്ര താല്പര്യവും കാണിക്കുന്നില്ല. ജലജയും ജാനകിയും ഇതിനെ ശക്തമായി എതിർക്കുന്നത് പോലെ തന്നെ അജയനും ഇപ്പോൾ ഈ ഒരു വിവാഹത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതും അവർക്കൊരു സംശയത്തിനിടയാക്കുന്നുണ്ട്. നന്ദുവിനെ പോലൊരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും എന്നുള്ളത് അജയനും ജാനകിക്കും ജലജയ്ക്കും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ മൂന്നുപേരും വ്യക്തമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് അനിയുടെയും നന്ദുവിന്റെയും വിവാഹം ഒരിക്കലും നടക്കരുതെന്ന് ഉറച്ച തീരുമാനമെടുക്കുന്നതും. എന്തായാലും ഇതിനെയൊക്കെ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് നാഗേന്ദ്രൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നതും. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഓണത്തിന്റെ സെയിൽസ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണത്തിന് റെക്കോർഡ് സെയിൽ നടക്കണം എന്നൊരാഗ്രഹം മൂർത്തി മുത്തശ്ശൻ ആദർശിനോട് പറയുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആദർശ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ നന്നായിട്ട് ഇറക്കിയിട്ട് അവർ നല്ല പരസ്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പൈസ നന്നായി ഇറക്കിയിട്ട് തന്നെ നല്ല നല്ല പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ ബലവും കിട്ടിയിട്ടുണ്ടെന്ന് ആദർശ് മാനേജറുടെ അടുത്ത് പറയുന്നുണ്ട്. തിരിച്ച് മാനേജറും ആദർശിനോട് പറയുന്നുണ്ട്, അതെ സർ, നമ്മൾ ഇത്രയും നാളും പരസ്യത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ ഇച്ചിരി കാര്യമായിട്ട് തന്നെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ഫലവും നമ്മുടെ സെയിലിൽ കാണാനുണ്ട്. ഉള്ളത് പറഞ്ഞ ഇത്രയും നാളും ഓണത്തിന് സെയിൽ നടന്നതിനേക്കാൾ കൂടുതൽ സെയിലാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് നടക്കുന്നത്. അത് മാത്രവുമല്ല, നമ്മുടെ നമ്പർ 1 എതിരാളിയായിരുന്ന ആ ഒരു AM ജ്വല്ലറിക്കാർ ഒരുപാട് പിന്നോട്ടും പോയിരിക്കുകയാണ്. ഇപ്പൊ അവർ 4ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയി കഴിഞ്ഞു എന്നിങ്ങനെ മാനേജർ സന്തോഷത്തോടെ തന്നെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെ, ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് എന്നും വിജയം തന്നെ ഉണ്ടാകും. കള്ളത്തരത്തിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒക്കെ പെട്ടെന്ന് മുന്നേറി വരുന്നവർക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് താഴേക്കും പോകേണ്ടി വരും. അങ്ങനെ വന്നവരാണല്ലോ AM ജ്വല്ലറിക്കാരും. അതുകൊണ്ടാണ് അവർ ഇപ്രാവശ്യത്തെ ഓണത്തിന് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിൽ നമ്മൾ സത്യസന്ധമായി തന്നെ തുടരുന്നതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളെ തന്നെ ആശ്രയിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ജ്വല്ലറിയിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാകാൻ പാടില്ല. അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ പത്രമാറ്റി സ്വർണം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് താഴോട്ട് പോയെങ്കിലും പോയതിനേക്കാൾ സ്പീഡിൽ നമ്മളിപ്പോൾ മുന്നിലെത്തി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറയാട്ടോ. മൂർത്തി സാറിന്റെ കൊച്ചുമക്കളിൽ ഒരാൾ മാത്രമേ തലതിരിഞ്ഞു പോയുള്ളൂ. ബാക്കി രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. അനിസാർ ഇവിടെ MD ആയിരുന്ന സമയത്തും നമ്മുടെ ജ്വല്ലറിൽ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. സാറിനെ പോലെ തന്നെ അനിസാറും എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇതുപോലെ എപ്പോഴും മുന്നോട്ട് പോയാൽ കമ്പനിക്ക് എന്നും വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ മാനേജർ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ് ആദർശ്. അവനിപ്പോൾ ആകെ അസ്വസ്ഥനാണ്. ബിസിനസ്സിലൊന്നും അവനിപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പുറമെ അവൻ ചിരിച്ചു നടക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് നീറുന്നത് എനിക്ക് അറിയാൻ കഴിയും. നന്ദും നവീനും തമ്മിലുള്ള വിവാഹകാര്യമാണ് ഇപ്പൊ അവനെ അലട്ടുന്ന പ്രശ്നം. നവീനുമായിട്ടുള്ള നന്ദുവിന്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും അവൻ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഉള്ളത് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ടെന്ന് ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ AM ജ്വല്ലറിയിൽ നാഗേന്ദ്രയും ഡേവിഡും അബിയും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് നല്ല സെയിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് നേരെ തിരിച്ചടിയാണല്ലോ ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. ആരും അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും AM ജ്വല്ലറിൽ ഇപ്പം നടത്തുന്നില്ല. നാഗേന്ദ്രയോട് ഡേവിഡ് പറയുന്നുണ്ട്, സാർ, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ജ്വല്ലറിയിൽ അത്ര സെയിലൊന്നും നടക്കുന്നില്ല. നമ്മുടെ ജ്വല്ലറി തുടങ്ങി ഇത്രയും നാളായിട്ടും ഇത്രയും കുറവ് സെയിൽ നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. വിഷുവിന് നമുക്ക് റെക്കോർഡ് സെയിലായിരുന്നു. എന്നാൽ ഇപ്പം കാര്യങ്ങൾ നേരെ തിരിഞ്ഞാണ്. നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തോട്ട് പോയി. ബിസിനസ് വളരെ കുറവാണ് സാർ. ഇപ്പം മൂർത്തിസ് ജ്വല്ലറിയാ 1ാം സ്ഥാനത്ത്. അവിടെ ഓണത്തിന് റെക്കോർഡ് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ഓണക്കാലത്ത് പോലും അവിടെ ഇത്രയധികം സെയിൽ നടന്നിട്ടില്ലെന്നാ പറയുന്നത് കേട്ടത്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഓണം സെയിൽ നഷ്ടമാവുന്ന തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രയും അബിയും നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നാഗേന്ദ്രൻ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു തകർച്ച നേരിടേണ്ടി വന്നത്? നമ്മുടെ ഷെയറൊക്കെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛാ. അവിടെയും ആ മൂർത്തിസ് ജ്വല്ലറിയല്ലേ ഇപ്പോൾ 1ാം സ്ഥാനത്ത്. മൂർത്തിസ് ജ്വല്ലറിൽ ഇപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ കുറെ ഓഫറുകളും കൊടുത്തിട്ടുണ്ട് അവര്. അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നത്. ഇത്രയും നാളും അവര് പരസ്യത്തിലൊന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല.
പരസ്യത്തിന് വേണ്ടി കാശ് അങ്ങനെ അധികം ചെലവാക്കുന്നത് മൂർത്തി മുത്തച്ഛന് ഇഷ്ടവുമല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ പരസ്യത്തിന് വേണ്ടി നല്ല കാശ് എറിഞ്ഞിട്ടുണ്ട്. നല്ല നല്ല കുറെ പരസ്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതും അവർക്ക് കൂടുതൽ ഉപകാരമാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എല്ലാം ഇപ്പൊ നമ്മളെ വിട്ട് മൂർത്തിസ് ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. അതുമാത്രമല്ല പണിക്കൂലിയിലും അവർ നല്ല ഇളവ് കൊടുക്കുന്നുണ്ട് അച്ഛാ. അങ്ങനെ അവര് നേരത്തെ മുൻകരുതലുകൾ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് ഓണത്തിന് ഇത്രയധികം നേട്ടം കൊയ്യാൻ സാധിച്ചത്. എന്തായാലും നമ്മളിവിടെ ഫ്ലോപ്പായി പോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നൊക്കെ അഭി ഇങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രന് നല്ല ദേഷ്യം വരിക കേട്ടോ. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ നോക്കി നടത്തിയ സ്ഥാപനം ഇത്ര പെട്ടെന്ന് പുറകോട്ട് പോകുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്റെ കഷ്ടപ്പാടും വിയർപ്പുമാണ് ഈ AM ജ്വല്ലറി. അതങ്ങനെ കൂപ്പുകുത്തി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കാവില്ല അഭി. എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. ഇതിനെങ്ങനെ ഞാൻ നിസ്സാരമായിട്ട് വിടില്ല. ഈ ഓണം നമുക്ക് നഷ്ടമായെങ്കിൽ അടുത്ത തവണ ഞാനിത് തിരിച്ചു പിടിച്ചിരിക്കും. മൂർത്തിക്കും മൂർത്തിയുടെ കൊച്ചുമക്കൾക്കും അനന്തപുരം തറവാട്ടിലും ഒക്കെ ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നടക്കുക കേട്ടോ. അങ്ങനെ അഭിയും ഡേവിഡും അവിടുന്ന് പോയതിനു ശേഷവും നാഗേന്ദ്രൻ പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ക്യാബിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ താൻ വീണ്ടും തോറ്റുപോകും. ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യമെല്ലാം തകർന്നടിഞ്ഞു പോകും. മൂർത്തി ജ്വല്ലറി മൂർത്തിയും മൂർത്തിയുടെ കൊച്ചുമക്കളൊക്കെ വീണ്ടും വിജയിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും തകർത്തേ പറ്റുള്ളൂ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം. അതിനുവേണ്ടി ആയിരിക്കണം ഇനി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതെന്നൊക്കെ നാഗേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അഭി വന്നിട്ട് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആദർശനെ അച്ഛൻ നിസ്സാരമായി കാണരുത്. അവൻ ഇപ്പോഴും അച്ഛന്റെ പിന്നാലെ ഒരു അന്വേഷണമായിട്ട് നടക്കുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മളെ അറിയാവുന്ന പലരോടും അവൻ അച്ഛന്റെ ഭൂതകാലത്തെ പറ്റി അന്വേഷിക്കുന്നതായിട്ട് എനിക്കൊരു വിവരം കിട്ടി. അച്ഛനറിയാവുന്ന ആ പഴയ സ്വർണ്ണപ്പണിക്കാരനില്ലേ, ആ ശങ്കരൻ, അയാളെയൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് മാത്രമല്ല തറവാട്ടിൽ ഇതിനെക്കുറിച്ച് വലിയ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ആദർശം അവന്റെ ഭാര്യയും മുത്തശ്ശിയോടും ഇതേപ്പറ്റി ചോദിച്ചു. പക്ഷെ അവരത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതേപ്പറ്റി സംസാരിക്കാനോ പഴയ കാര്യങ്ങൾ ഓർക്കാനോ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിടുക ചെയ്യുന്നത്. എന്നിട്ടും ഇവര് പലതവണ അമ്മാവനോടും അമ്മായിയോടൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും അന്ന് എന്താണ് സംഭവിച്ചതെന്നോ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമാണ് സംഭവിച്ചതെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല അച്ഛാ. എന്തായാലും ഒരു കാര്യം സൂക്ഷിക്കുന്നത് നല്ലതാ. ആദർശ് ഇപ്പോഴും അച്ഛന്റെ പിന്നാലെ തന്നെയുണ്ട്. അച്ഛന്റെ ഭൂതകാലം ചെകഞ്ഞെടുത്തോണ്ടിരിക്കുക അവൻ. അച്ഛനറിയാവല്ലോ, അവൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം കാണാതെ അവൻ അടങ്ങിയിരിക്കില്ല. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ആദർശ് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അവൻ എന്തിനാണ് എന്റെ ഭൂതകാലം അന്വേഷിച്ച് നടക്കുന്നത്. ഞാൻ അവന്റെയും അവന്റെ മുത്തശ്ശന്റെയൊക്കെ ശത്രുവാണെന്നുള്ളത് അവനറിയാവുന്ന കാര്യമല്ലേ. പിന്നെയും അവൻ എന്തിനാണ് പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ. അച്ഛൻ ജ്വല്ലറിൽ ഒരു തിരിമറി നടത്തിയതിന്റെ പേരിലാണ് അച്ഛനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്നല്ലേ എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ ജ്വല്ലറിൽ അങ്ങനെ ഒരു തിരിമറി നടത്തിയതിന്റെ പേരിൽ മാത്രം അച്ഛനെ മുത്തശ്ശൻ പുറത്താക്കില്ലെന്നുള്ളത് ആദർശിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് ആദർശ് ഉറപ്പിച്ച് പറയുന്നത്. ജ്വല്ലറിൽ തിരിമറി നടത്തിയതിന്റെ പേരിൽ ജ്വല്ലറി നല്ല പുറത്താക്കുള്ളൂ. പക്ഷേ തറവാട്ടിൽ നിന്ന് അച്ഛനെ പുറത്താക്കിയതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് അവനറിയാം. അത് കണ്ടുപിടിക്കുന്നുള്ള വാശിയിലാണ് അവനിപ്പോ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് അങ്ങനെയാ മനസ്സിലായത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ആകാനേ ഉള്ളു വഴി. അല്ലാതെ ഇതിന്റെ പിന്നിൽ നടന്നിട്ട് അവൻ എന്ത് കിട്ടാനാ? അവൻ സംശയിക്കുന്നതും ശരിയാണ്. എന്നെ പോലെ തന്നെ നീയും ജ്വല്ലറിൽ ചില തിരിമറികളൊക്കെ നടത്തി. പക്ഷേ നിന്നെ ജ്വല്ലറിൽ നിന്ന് പുറത്താക്കിയതല്ലേ ഉള്ളൂ. നിന്നെ തറവാട്ടിൽ നിന്ന് മൂർത്തി പുറത്താക്കിയിട്ടില്ല. ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന മൂർത്തി എന്തുകൊണ്ടാണ് തറവാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയെന്നുള്ളതാണല്ലോ അവന്റെ സംശയം. അവന്റെ സംശയം ശരിയാണ്. അവനിപ്പോ സത്യത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൂർത്തിയോ വസുന്ധരാമയോ അല്ലെങ്കിൽ ജലജയോ ജാനകിയോ അജയനോ അങ്ങനെ ആരും തന്നെ ഈ സത്യങ്ങൾ ഒന്നും തന്നെ ആദർശനോട് പറയാൻ പോകുന്നില്ല. ആ സത്യങ്ങൾ എന്നേക്കുമായിട്ട് മറച്ചു വയ്ക്കാൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. എന്തായാലും ആ രഹസ്യം കണ്ടെത്താനാണല്ലോ ആദർശ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അവന് ഞാൻ തന്നെ ആ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാം. ഇത്രയും നാളും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇനി പുറത്തു പറയാനുള്ള സമയമായി കഴിഞ്ഞു. എന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് ഒരു തിരിച്ചടി ഞാനും കൊടുക്കണമല്ലോ. ഇത്രയും കാലം എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥനെ പോലെ ജീവിച്ചവനാണ് ഞാൻ. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മക്കളെ തിരികെ കിട്ടിയത്. ഇനിയും എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നവരെ ഞാനങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ രഹസ്യം എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. ഇനിയും എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നും നാഗേന്ദ്രൻ പറയുന്നുണ്ട്. നാഗേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അഭി ചോദിക്കുന്നുണ്ട്, അപ്പൊ ശരിക്കും അച്ഛനെ തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയത് ജ്വല്ലറിലെ തിരിമറിയുടെ പേരിലല്ലേ? അതിന് പിന്നിൽ വേറെയും രഹസ്യങ്ങളുണ്ടോ? ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? അച്ഛന്റെ മനസ്സിൽ എന്ത് രഹസ്യമാണ് ഉള്ളത്? അത് എന്നോടും കൂടെ പറയച്ചാ, ഞാനും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല അത് നിന്നോടും പറയാനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ അത് ഞാൻ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അത് അഭിയോട് പോലും പറയാൻ കൂട്ടാക്കുന്നില്ല നാഗേന്ദ്രൻ.
അങ്ങനെ പിന്നീട് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, നീ ആദർശിനെ വിളിക്കണം, ആദർശിനെ വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, എനിക്ക് ആദർശിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദർശ് ഇപ്പോൾ എന്റെ ഭൂതകാലത്തെ പറ്റിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തറവാട്ടിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ അവൻ പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മുന്നിലേക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല. എന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് ഒരു തിരിച്ചടി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ആദർശ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ അവനോട് പറഞ്ഞു കൊടുക്കാം. അവൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവന്റെ തറവാട്ടിൽ അവനൊരു ശുദ്ധികലശം നടത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നത് പ്രകാരം തന്നെ ഡേവിഡ് ആദർശിനെ വിളിച്ചിട്ട് ഇതുപോലൊരു മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആദർശും ഡേവിഡും നാഗേന്ദ്രയും കൂടി ഒന്ന് കൂടിക്കാഴ്ച നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ആദർശ് ഒറ്റ കണ്ടീഷൻ മാത്രമേ അവരോട് പറയുന്നുള്ളൂ, എൻ ജ്വല്ലറിലോട്ട് വന്നൊരു കൂടിക്കാഴ്ച നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് പ്ലേസിലോ വെച്ച് മീറ്റിംഗ് നടത്താമെന്നാണ് ആദർശ് പറയുന്നത് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രയും ഡേവിഡും ആദർശും കൂടി ഒരു ബീച്ചിന്റെ സൈഡിൽ തന്നെ കൂടിക്കാഴ്ച നടത്തുകയാണ്. ആദർശ് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ നാഗേന്ദ്രൻ പല കാര്യങ്ങളും ആദർശിനെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും ഉൾപ്പെടെ തറവാട്ടിലുള്ളവരൊക്കെ തന്നോട് കാണിച്ച അപമര്യാദയും തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച കഥകളും എല്ലാം നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതെ, അതെനിക്ക് മനസ്സിലായി. അന്ന് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എല്ലാവരും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തത്. ആ ഒരു നെക്ലേസ് നിങ്ങൾ തിരുമറി നടത്തിയതിന്റെ പേരിലാണല്ലോ മുത്തച്ഛൻ അന്ന് നിങ്ങളെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയത്. അതിന്റെ പിന്നിൽ ജലജാപ്പച്ചിയുടെ കൈകളാണെന്നും ആ നെക്ലേസ് അവിടെ നിന്ന് മാറ്റി അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആണ് അവിടെ വെച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അന്ന് അതിന്റെ പേരിൽ മുത്തശ്ശൻ നിങ്ങളെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ നിങ്ങളുടെ മകൻ അഭി ഉണ്ടല്ലോ, നിങ്ങളുടെ തനി പകർപ്പാണ്. അവനും ഇതേ തിരിമറികളൊക്കെയാണ് ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. കള്ളക്കടത്ത് സ്വർണം വരെ അവൻ ലേബിൾ മാറ്റി മൂർത്തിസ് ജ്വല്ലറി വഴി വിറ്റിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും നിങ്ങളുടെ മകൻ അഭി ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസ് നടത്തി, അതിന്റെ പേരിൽ കേസാകുകയും അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജയിലിലാക്കുകയും ചെയ്തു. അവൻ കാരണം ജ്വല്ലറിക്ക് ഒരുപാട് മാനക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജ്വല്ലറിയുടെ ക്രെഡിബിലിറ്റിയെ പോലും അത് ബാധിച്ചു. എന്നിട്ട് പോലും മുത്തശ്ശൻ അവനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. അങ്ങനെയുള്ള മുത്തശ്ശൻ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ജ്വല്ലറിയിൽ നിന്നും അതുപോലെ തറവാട്ടിൽ നിന്നും പുറത്താക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നിസ്സാരമായ ഒരു തെറ്റിന് മുത്തശ്ശൻ ഇത്രയും വലിയൊരു ശിക്ഷ നിങ്ങൾക്ക് നൽകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ പിന്നിലെ രഹസ്യം അറിയാനാണ് ഞാനിപ്പോൾ നിങ്ങൾ വിളിച്ചുടനെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നാഗേന്ദ്രനും പറയുന്നുണ്ട്, അതെ, ആദ്യം ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. നീ ആ കാരണം അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി ആദർശേ. എന്റെ ഭാഗത്തും എന്തോ ഒരു ശരിയുണ്ടെന്നുള്ളത് തോന്നിയത് കൊണ്ടാണല്ലോ നീ അതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനുള്ള ഈ വ്യഗ്രത കാണിക്കുന്നത്. എന്തായാലും നീ സത്യങ്ങൾ അറിയാനുള്ള സമയമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സ്വഭാവം നല്ലതാണെന്നോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്നോ എന്നും പറയാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ തെറ്റായ വഴിക്ക് തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കള്ളക്കടത്ത് സ്വർണവും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സും ഒക്കെ ഒരുപാട് വരുന്നുണ്ടെന്നും നിങ്ങൾ അതൊക്കെ ഇല്ലീഗലായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും അതൊന്നും അല്ല ഇപ്പം എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയേണ്ടത് ഇത്ര മാത്രമാണ്. അന്ന് തറവാട്ടിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളെ തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയത് എന്തിനാണ്, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ആദർശ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് ഇരിക്കുന്ന ആദർശേ, ഞാൻ പറയാൻ വരുന്നതും അതുതന്നെയാണ്. നിനക്കറിയാത്ത, നിന്നോട് ആരും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു രഹസ്യം ഇപ്പോഴും ആ തറവാട്ടിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് നിന്റെ അമ്മയ്ക്കോ നിന്റെ അച്ഛനോ പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. എന്നാലും അതറിയുന്ന ചിലർ അവിടെ ഉണ്ട്. നീ ഇങ്ങനൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ചില നീരസമൊക്കെ നിന്നോട് തോന്നിയിട്ടുണ്ടാവും. അത് മറ്റാർക്കും അങ്ങനെ അറിയില്ലെങ്കിലും നിന്റെ മുത്തശ്ശൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദർശേ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയാത്തൊരു കാര്യം തന്നെയാണ് അത്. അത് ഞാൻ എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കാരണം ആ തറവാട്ടിൽ നിൽക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമായിരുന്നു. അവസാന കശത്തുരുമ്പെന്ന പേരിലാണ് ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചത്. ഒരിക്കലും മൂർത്തി സാറിനെ ധിക്കരിച്ചുകൊണ്ട് ആ രഹസ്യം പുറത്തു പറയണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ പുറത്തു പറയുന്ന ഒരു പേടി എല്ലാവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത എനിക്ക് ആ തറവാട്ടിൽ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളുടെയും കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയുമില്ല. ആ സത്യങ്ങൾ വെളിവാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിന്റെ മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഒരു തെറ്റുകാരനായിട്ട് മുദ്രകുത്തി എന്നെ ആ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. ആ ഒരു രഹസ്യമാണ് എല്ലാത്തിനും കാരണം. ഇപ്പോഴും നിന്റെ തറവാട്ടിൽ സന്തോഷവും സമാധാനവും നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ രഹസ്യം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണെന്നും പറയുക കേട്ടോ നമ്മുടെ നാഗേന്ദ്രൻ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അത്ര വലിയ എന്ത് രഹസ്യമാണോ തൻ്റെ മനസ്സിലുള്ളത്? ഇത്ര നാളും ഞാൻ അറിയാതെ എല്ലാവരും അത് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത്രത്തോളം വലിയൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഇപ്പൊ ഞാൻ ആ രഹസ്യം അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വാഗൊണ്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെ,
അതെ, ജലജ ഒരു അനാഥയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാണ് ജലജയെ ഒരു മകളെ പോലെ ഏറ്റെടുത്ത് വളർത്തിയത്. പക്ഷെ ആ ഒരു വേർതിരിവ് ഒരിക്കലും അവളോട് അവർ കാണിച്ചിട്ടുമില്ല. സ്വന്തം മകളെ പോലെ തന്നെയാണ് അവളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വളർത്തി വലുതാക്കുകയും ഒക്കെ ചെയ്തത്. അനന്തപൂജയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അവര് എല്ലാ മക്കൾക്കും ഒരേപോലെ തന്നെയാണ് നൽകിയതും. അജയനും ജയനും കൊടുക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് ജലജയ്ക്കും അവർ കൊടുത്തത്. എന്തിന്, ഒരു പടി മുന്നിൽ അവർ ജലജയെ സ്നേഹിച്ചെങ്കിലേ ഉള്ളൂ. എന്നാൽ അപ്പോഴും എല്ലാം കൈയെടുക്കാനുള്ള ഒരു ആർത്തിയായിരുന്നു ജലജയുടെ മനസ്സിൽ. എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വഷളത്തരം മാത്രമേ അവൾ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ നിന്റെ മുത്തശ്ശൻ ജ്വല്ലറിൽ നല്ലൊരു സ്ഥാനം തന്ന് എന്നെ ഒരു മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ആ സമയത്ത് എന്നോട് നിന്റെ മുത്തശ്ശൻ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് സഹിക്കാനാവാതെയാണ് ജലജയും ജാനകിയും അജയനും കൂടി ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തത്. ജ്വല്ലറിയിലെ അല്ലറ ചില്ലറ തിരുമറികളൊക്കെ അവർ നേരത്തെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, ദേവയാനിയും അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലെ തന്നെ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ ആ ഒരു ലെവലിലേക്ക് തന്നെ ജാനകിയും ജലജയും എത്തണം എന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ അജയനെ സോപ്പിട്ട് കയ്യിലെടുത്ത് ജ്വല്ലറിയിൽ പല തിരുമറികളും നടത്തി. ജ്വല്ലറിയിൽ ഒരുപാട് തിരുമറികളൊക്കെ നടത്തി അവർ കുറേയധികം സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റി. ജ്വല്ലറിയുടെ മേൽനോട്ടം മുഴുവൻ നിന്റെ മുത്തശ്ശൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ കണക്കുകളെല്ലാം നോക്കി. ഇതിലെ ക്രമക്കേടുകളെല്ലാം ഞാൻ കണ്ടെത്തി. അജയനും ജാനകിയും ജലജയും വിളിച്ചു ചേർത്തി ഞാൻ ഇതൊക്കെ ചോദ്യം ചെയ്തു. ഇതൊക്കെ അച്ഛനെ ഇപ്പൊ തന്നെ ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ സ്വർണങ്ങളെല്ലാം തിരികെ കൊണ്ടുവരണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവരതൊന്നും തന്നെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. അതിനു പകരം എന്റെ ഭാര്യയായിരുന്ന ജലജയെ കൊണ്ട് ജാനകിയും അജയനും ഓരോന്നൊക്കെ പറഞ്ഞ് ഞാനും ജലജയും തമ്മിൽ ചില സ്വരച്ചർച്ചകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കൂട്ടു നിൽക്കില്ലെന്നുള്ളത് മനസ്സിലായപ്പോഴേക്കും അവരെനിക്കെതിരെ തിരിയുകയായിരുന്നു. എന്നെ ആ ജ്വല്ലറിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് മാത്രം അവരുടെ കള്ളത്തരങ്ങൾ മൂടപ്പെടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് എന്നെ ആ തറവാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനായിട്ട് അവർ മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നത്. അതിനുവേണ്ടി ജലജ മനഃപൂർവ്വം എന്നിൽ ഓരോ കുറ്റങ്ങൾ ആരോപിക്കുകയായിരുന്നു. മറ്റൊരു സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർത്തി ജലജ എന്നെ നാണം കെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ എനിക്കെതിരെ ഇവരിങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഒരുപാട് വൈകിയാണ് അറിഞ്ഞത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എനിക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. എല്ലാ തെളിവുകളും എനിക്കെതിരെയായിരുന്നു. ഞാൻ പറയുന്ന ഒന്നും ആരും വിശ്വസിക്കാനും കൂട്ടാക്കിയില്ല. അങ്ങനെ ജാനകിയും അജയനും ജലജയും കൂടിയാണ് ഈ തിരുമറിക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത്. തറവാട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ എന്നെ അപമാനിച്ച് അവിടെ തന്നെ അടിച്ചിറക്കി വിട്ടില്ലേ, ആ ഒരു ദേഷ്യമായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. പിന്നീട് പലതവണ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ മഹത്തെ ന്യായം കേൾക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ല. പകരം എന്നെ ആ പരിസരത്ത് പോലും അടുപ്പിക്കാൻ അവരാരും കൂട്ടാക്കിയില്ല. എന്നെ മക്കളെ പോലും കാണാൻ എന്നെ അനുവദിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് അവരോട് ശത്രുതയും ദേഷ്യവും തോന്നി തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാം നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ പല ചതികളും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. നല്ലവനായി ജീവിച്ചിരുന്ന സമയത്ത് ആട്ടും തുപ്പും പരിഹാസവും കേട്ടല്ലേ ഞാൻ അവിടെ ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോടും അനന്തപുരിക്കാരോടും നിന്റെ മുത്തശ്ശനോടും ഒക്കെ ഇത്രയധികം ദേഷ്യം തോന്നിയതും ഇത്രയധികം വൈരാഗ്യം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്നും ഒക്കെയുള്ളത് നാഗേന്ദ്രൻ പറയുക കേട്ടോ. ഒരു കാര്യം നീ ഓർത്തു ആദർശേ, ഇന്ന് നല്ലപിള്ളിയായി നിന്റെ മുമ്പിൽ നടക്കുന്ന നിന്റെ ഇളയച്ചനും ഇളയമ്മയും നിന്റെ അപ്പച്ചിയും ഒന്നും അത്ര നല്ലവരല്ല. അവർ മൂന്നുപേരും പണ്ട് ചെയ്ത തെറ്റുകളുടെയും തിരിമറികളുടെയും ഫലമൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്. പക്ഷെ ഇപ്പോഴും അവർ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്നെ ഒരു പെണ്ണുകേസിൽ കൊടുക്കാനാണ് അവർ നോക്കിയത്. ആദർശ് ഇതെല്ലാം കേട്ട് അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പച്ചി അതല്ല അതിന്റെ അപ്പുറവും ചെയ്യുന്നുള്ളത് ആദർശിനറിയാം. എന്നാലും ഇളയമ്മയും ഇളയച്ചനും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ആദർശ് ഒട്ടും വിചാരിച്ചില്ല. ഇപ്പോഴും ആ സത്യം അംഗീകരിക്കാൻ കഴിയാതെ ആദർശ് ഇങ്ങനെ പകച്ചുപോയി നിൽക്കുകയാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നീ തന്നെ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അതുപോലെ ഇളയമ്മയോടും ഇളയച്ചനോടും ഒക്കെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു നോക്ക്. അവർക്കും അതിനൊന്നും ഒരു മറുപടി ഉണ്ടാവില്ല. പകരം എന്നെ കുറെ കുറ്റപ്പെടുത്താനായിരിക്കും അവർ പിന്നെയും നോക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് വേണമെങ്കിൽ ചിലപ്പോൾ അവർ തട്ടിവിട്ടേക്കാം. നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും നല്ലവനാണെന്ന് തെളിയിക്കാനും വേണ്ടി ഞാൻ പറഞ്ഞു വിടുന്ന ഓരോ കള്ളത്തരങ്ങളാണെന്നായിരിക്കും അവർ വേണമെങ്കിൽ നിന്നോട് പറയുക. ഇതിപ്പോ ഞാനല്ലാതെ വേറെ ആരും പറഞ്ഞ് നീ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ ഇളയമ്മ ഇളയച്ചിനെയൊക്കെ വിളിച്ചു നിർത്തി ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു നോക്ക്. അപ്പൊ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകും ആരാണ് അവിടെ തെറ്റ് ചെയ്തതെന്നും ആരാണ് ചതിച്ചതെന്നും. അപ്പൊ ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിയാ, ഞാൻ അതേപറ്റി സംസാരിക്കുമ്പോഴും ഇളയമ്മ ഇളയച്ചനൊന്നും അത്ര ഒരു രസത്തിലല്ല എന്നോട് സംസാരിക്കുന്നത്. നാഗേന്ദ്രയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും ഇളയച്ചനും ഇളയമ്മയും എന്തോ മറയ്ക്കുന്നുണ്ടെന്നൊക്കെയുള്ളത് നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നന്ദു അനിയും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴും ഇപ്പൊ നേരത്തെ അത്ര ഉത്സാഹമൊന്നും കാണിക്കാറുമില്ല. ചിലപ്പോൾ ഇയാൾ പറയുന്നതിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇനിയിപ്പോ ഇളയച്ചനും ഇളയമ്മയും അപ്പച്ചും കൂടെ ചേർന്നാണോ ഈ ചതിയൊക്കെ ചെയ്തത്? ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു രഹസ്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതും ഇളയച്ചനും ഇളയമ്മയും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്.
എന്താ ആദർശ് ഇങ്ങനെ ആലോചിക്കുന്നേ എന്നിങ്ങനെ നാഗേന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇതെനിക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തെങ്കിലും തെളിവില്ലാതെ എങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ വെറുതെ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിലോ, കുടുംബക്കാർ തമ്മിൽ വഴക്കാകാൻ വേണ്ടിയിട്ടാണെങ്കിലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് വ്യക്തമായ തെളിവില്ലാതെ ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അന്ന് എൻ്റെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിന്റെ ഇളയച്ചനും ഇളയമയും കൂടെ നശിപ്പിച്ചു. നീ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചു നോക്കി ഇതേപ്പറ്റി. ഒരിക്കലും അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയുകയാണ് നാഗേന്ദ്രൻ. പിന്നെ നിന്റെ ഇളയച്ചനോടും ഇളയമയോടും അതുപോലെ നിന്റെ അപ്പച്ചോടും ഒക്കെ ചോദിച്ചു നോക്ക്. ജ്വല്ലറിയിൽ വെച്ച് നടന്ന ചില തട്ടിപ്പുകളുടെയൊക്കെ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലായെന്നും അത് ഉടനെ തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ അവരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം കാണുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും എന്റെ കയ്യിലില്ല എന്നൊക്കെ തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവിടെ പോയി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വേണം. കുറെ നാളായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ അവരോടും കൂടി ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് പോകുന്നതും. ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല ഞാൻ. നിങ്ങളെപ്പോലെ ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്ന ആളുടെ വായിൽ നിന്നാണല്ലോ ഞാൻ ഇതെല്ലാം കേട്ടത്. അതുകൊണ്ട് ഇതൊന്നും പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാൻ ആദർശനും കഴിയുന്നില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോ എന്ന് വേണം ആദ്യം അന്വേഷിക്കാൻ. എന്നിട്ട് വേണം അവരോട് പോയി ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ. ഇനിയിപ്പോൾ ഇയാൾ പറയുന്ന പോലെ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുന്നതും ശരിയല്ലല്ലോ. ഇത്രയും നാളുടെ ജീവിതത്തിൽ അയാൾ അതിന്റെ ശിക്ഷയൊക്കെ അനുഭവിച്ചും കഴിഞ്ഞു. ഇതുപോലൊരു നീതികേട് തറവാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ തന്നെ വേണമെന്നൊക്കെ ആദർശ് മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം ആദർശ് മുത്തശ്ശനോട് വന്നിട്ട് ഈ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഈ കള്ളത്തരം? ആരോ എന്തോ വിഡ്ഢിത്തരം പറഞ്ഞു എന്ന് കരുതി അതുമായിട്ട് നീ എൻ്റെ അടുത്ത് വരികയാണോ ചെയ്യേണ്ടത് ആദർശേ? നിനക്ക് സാമാന്യ ബോധമില്ലേ? അതൊക്കെ വെറും നുണക്കഥകളാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആദർശനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്നോട് പറഞ്ഞത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഇതിലെന്തോ സത്യമുള്ളതായിട്ട് മുത്തശ്ശന്റെ ഭാവവ്യത്യാസത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും പറയുക കേട്ടോ ആദർശ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ആദർശേ, ഇതിൽ ചിലതൊക്കെ സത്യം തന്നെയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്തായാലും നിന്നോട് ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ ആള് ഇതിന്റെ പിന്നിലെ കുറച്ച് രഹസ്യങ്ങൾ കൂടി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. നിനക്കറിയാവില്ല മോനെ, നാഗേന്ദ്രനെ ഞാൻ എൻ്റെ മോനെ പോലെ തന്നെയാണ് സ്നേഹിച്ചത്. എൻ്റെ സ്വന്തം മക്കളെക്കാളും കാര്യമായിരുന്നു എനിക്ക് അവന്. ജ്വല്ലറിൽ ഞാൻ അവനെ MD സ്ഥാനത്തേക്ക് വരെ ഉയർത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ആ സമയത്താണ് അവനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായത്. നമ്മൾ വിശ്വസ്തയോടെ കണ്ട ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ ചതിച്ചു എന്ന് അറിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. അന്ന് നാഗേന്ദ്രനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണയുടെ പുറത്ത് അയാൾ ഞാൻ ഒരുപാട് ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും ജ്വല്ലറിന് പുറത്താക്കുകയൊക്കെ ചെയ്തു. അവരുടെ പിന്നിൽ ഈ 3 പേരുടെയും കൈകളുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മോനെ. പക്ഷെ പിന്നീട് ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. പിന്നീട് അജയനും ജാനകിയും ജലജയൊക്കെ എൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. അവർക്കൊരു തെറ്റുപറ്റിപ്പോയതാണ്. ആരുടെ മുന്നിൽ അവരെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് അവർ ഒരുപാട് എന്നോട് കെഞ്ചി കേണു. ആ സമയത്ത് എനിക്ക് അവരെ തള്ളിക്കളയാൻ തോന്നിയില്ല. ചെയ്തു പോയത് വലിയൊരു തെറ്റാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും നാഗേന്ദ്രൻ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കാൻ തുടങ്ങിയത്. പിന്നീട് അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നീട് അയാൾ പല കേസുകളിൽ പെട്ട് ജയിലിൽ പോയെന്നും ജയിലിൽ നിന്നിറങ്ങി അയാൾ നേരെ ദുബായിൽ പോയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തിനെ കുടുംബത്തിലേക്ക് കയറ്റാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട്, അങ്ങനെ തെറ്റ് ചെയ്തവർ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴും ഒരു തെറ്റും ചെയ്യാതിരുന്ന ആള് ഇത്രയധികം ശിക്ഷകളൊക്കെ അനുഭവിച്ചില്ലേ മുത്തശ്ശ? ഇതാണോ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട ന്യായം? തെറ്റ് ചെയ്തവരെ തറവാട്ടിലെ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണമായിരുന്നു. മുത്തശ്ശൻ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പകരം നിരപരാധിയായ ഒരാളെ തറവാട്ടിൽ തന്നെ പുറത്താക്കിയതുകൊണ്ട് അവർ 3 പേരും ചെയ്ത കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കുകയല്ലേ ചെയ്തത്. അതും നമ്മുടെ ജ്വല്ലറിയിൽ അവർ ഒരുപാട് തിരിമറികൾ നടത്തിയിട്ടില്ലായിരുന്നോ? അങ്ങനെയുള്ളപ്പോൾ അവർ ഈ തറവാട്ടിൽ തന്നെ വാഴിച്ചത് എന്തിനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ജയനെ പോലെ തന്നെ അജയനും എൻ്റെ മോൻ തന്നെയല്ലേ. അവൻ അങ്ങനെ എൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുമ്പം അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ആയില്ല മോനെ. അതുകൊണ്ടാണ് ഞാനൊരു വിട്ടുവീഴ്ച ചെയ്തത്. അതിനുശേഷം അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. എന്തായാലും മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് മുത്തശ്ശൻ. മുത്തശ്ശന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു നീതികേട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മുത്തശ്ശ. അതുകൊണ്ട് ഇക്കാര്യം മറച്ചു വയ്ക്കാൻ എനിക്കാവില്ല. എന്തായാലും ഇപ്പൊ തന്നെ ഈ സത്യങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ പോവുകയാണ്. എന്നിട്ട് ഇളയച്ചനും ഇളയമ്മയും അപ്പച്ചിയും കൂടെ ചെയ്ത ചതിക്ക് നാഗേന്ദ്രനെ എന്തിനാണ് വെറുതെ കുറ്റം പറയുന്നത്? അയാളെ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അയാളെ ശത്രുവായിട്ട് കാണേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആദർശ് തന്നെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ.
അങ്ങനെ മുത്തശ്ശൻ അത് വലിയൊരു തെറ്റായിട്ട് തന്നെ തോന്നുകയാണ്. ഇത്രയും വലിയൊരു ചതി അയാളോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനൊരു കുറ്റം അയാളിൽ അടിച്ചേൽപ്പിക്കേണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ ആ സമയത്ത് ചിന്തിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആദർശ് നയനയും കൂടി എല്ലാവരെയും വിളിച്ചു വരുത്തി ഇളയച്ചനും ഇളയമ്മയും അപ്പച്ചിയും കൂടെ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുമ്പിലും തുറന്നു പറയുകയാണ്. നാഗേന്ദ്രയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും അയാൾ ജ്വല്ലറിക്കോ കുടുംബത്തിനോ ദോഷമാകുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും അയാളുടെ മേൽ എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശ്. അങ്ങനെ അജയന്റെയും ജാനകിയുടെയും ജലജയുടെയും പിന്നിലുണ്ടായിരുന്ന ആ ഒരു വലിയ രഹസ്യം മറന്നീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ആദർശും നയനയും കൂടി. ആദർശ് ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോയത് തറവാട്ടിൽ വലിയൊരു കോലിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജലജയുടെയും ജാനകിയുടെയും അജയന്റെയൊക്കെ 10 മടങ്ങി തന്നെ വേണം പറയാം. അങ്ങനെ ആദർശും നയനയും വലിയൊരു സത്യം തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്